ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച തിരുവനന്തപുരം വെള്ളറടയിൽ ക്വാറി പ്രവർത്തനം തുടരുന്നു. ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഉത്തരവ് നടപ്പാക്കാൻ വെള്ളറട പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് തഹസീൽദാർ പറഞ്ഞു. വെള്ളറട വില്ലേജിൽ പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ റെഡിമിക്സിന്റെ ക്വാറി വർക്ക് ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇറക്കുകയുണ്ടായി. അതിന്റെ കോപ്പി എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ, വെളുപ്പാങ്കാലം മുതൽ തന്നെ വൻ ശബ്ദത്തോടുള്ള സ്ഫോടനവും മറ്റ് വർക്കുകളും നടക്കുകയാണ്. നൂറുകണക്കിന് ട്രക്കുകളിൽ സാധനം വന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ രസീത് പോലും തരാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ കോടതിയുടെ നടപടിക്ക് തന്നെ ലംഘനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ ആഷിഖ് മുഹമ്മദ് നൽകും. ആഷിഖ്, വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉണ്ട് എന്നാണ് ഈ നാട്ടുകാരന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്? അജി, ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഹൈക്കോടതി ഈ വെള്ളറടയിലെ പാറമട ക്വാറി പ്രവർത്തനം നിയമവിരുദ്ധമാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്വാറിയിങ് പ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുന്നത്. നിരവധി തവണ കേസ് മാറ്റിവെച്ചതിനെ തുടർന്ന് സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ടാണ് അതിവേഗത്തിൽ ഹൈക്കോടതി ഇന്നലെ കേസ് പരിഗണിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഉടനടി തന്നെ ക്വാറിയിങ് പ്രവർത്തനം നിർത്തണമെന്നായിരുന്നു ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ഉത്തരവ് പുറപ്പെടുവിച്ച് 24 മണിക്കൂർ, ഒരു ദിവസം പിന്നിടുമ്പോഴും ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഭരണ സംവിധാനങ്ങൾക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. ഇപ്പോഴും നിരവധി വാഹനങ്ങളിൽ മണ്ണും മിറ്റിലും അടക്കമുള്ളവ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, വെള്ളറടയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. വാഹനങ്ങൾ ഇപ്പോഴും പോകുന്നു. സ്ഫോടനങ്ങൾ അടക്കമുള്ള ക്വാറിയിങ് പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് അടക്കം യാതൊരു നടപടിയും, ഉത്തരവ് നടപ്പിലാക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല. തഹസീൽദാർ അടക്കമുള്ളവർ മെയിൽ മുഖേന പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ടും വെള്ളറട പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ക്വാറിയിങ് പ്രവർത്തനം നിർത്താൻ ഉണ്ടായിട്ടില്ല ഇതേവരെ. ഇപ്പോഴും ഒരു വലിയ പോരാട്ടത്തിന് ശേഷം, വലിയ നിയമ പോരാട്ടത്തിനും സമരങ്ങൾക്കും ശേഷം ക്വാറിയിങ് നിർത്തണമെന്ന് ഉത്തരവ് ലഭിച്ച് നാട്ടുകാർ വലിയ സംഘർഷത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടങ്ങൾക്ക് അവസാനം അനുകൂലമായ ഒരു വിധി വന്നിട്ട് അത് നടപ്പാക്കാൻ കഴിയാതെ പോകുന്ന ഭരണ സംവിധാനങ്ങൾക്ക് നേരെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് വെള്ളറടയിലെ നാട്ടുകാർ. ഇനിയും വെള്ളറടയിലെ ഈ ക്വാറി പ്രവർത്തനം നിർത്താൻ ഭരണ സംവിധാനങ്ങൾക്കായില്ലെങ്കിൽ വലിയ ദുരിതത്തിലേക്ക് ആ നാട് എത്തിച്ചേരും എന്നാണ് നാട്ടുകാർ പറയുന്നത്.